മരം കൊണ്ടും കല്ലുകൊണ്ടുമാണ് വീടുകൾ പോലെ തന്നെ ക്ഷേത്രങ്ങളും പടുതുയർത്തിയിരിക്കുന്നത്. ഇവിടെ ആകെ 156 വീടുകളാണുള്ളത്. ഏതാണ്ട് 700ഓളം മനുഷ്യരാണ് ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ജീവിക്കുന്നത്. ചിത്കുൾ ഗ്രാമത്തിൽ വെറുതെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മളൊരു നൂറ്റാണ്ടപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നത് പോലെ ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ അവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഉണ്ടാകുന്നത്. ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഹിമാലയ താഴ്വാരത്തെ ഗ്രാമങ്ങൾക്കെല്ലാം ഇത്തരത്തിൽ വരാൻ പോകുന്ന വിൻ്ററിലേക്ക് അല്ലെങ്കിൽ ആ ശൈത്യകാലത്തേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സംഭരിച്ച് വെക്കണമെന്ന ഒരു ചിന്ത അവരിലുണ്ട്. ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന ആ ഗ്രാമത്തിന് താഴെ ബാസ്പ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബാസ്പ നദിക്കരയിലെ തമ്പുകളിലാണ് ചിത്കുളിൽ ഞങ്ങൾ താമസിക്കുന്നത്. വളരെ മനോഹരമായ ഒരു അനുഭവമാണത്. രാത്രിയിലും പകലും ഏത് സമയവും ഈ നദിയുടെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ട് ആ തമ്പുകളിൽ ഇരുന്നാൽ എത്ര സമയം വേണമെങ്കിലും സഞ്ചാരികൾക്ക് അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും. മലകളിങ്ങനെ പല ടെറൈൻ മാറി മാറി വരുന്ന കാഴ്ചകൾ ഈ യാത്രയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ബാസ്പ നദിയാകട്ടെ പൂർണ്ണമായും ഇങ്ങനെ കലങ്ങി ഒഴുകുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. ഹിമാലയ താഴ്വാരത്തെ അവസാന ഇന്ത്യൻ ഗ്രാമങ്ങളിലൊന്നായ ചിത്കുളിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ചിത്കുൾ വില്ലേജ് ഇന്ത്യയിലെ അതിമനോഹരമായ ഗ്രാമങ്ങളിലൊന്നാണ്. ഇൻഡോ തിബറ്റൻ അതിർത്തിയിലാണ് ഈ ഗ്രാമമുള്ളത്. ഹിമാചൽ പ്രദേശിലെ കിന്നൗർ വാലിയിൽ, കിന്നൗർ ജില്ലയിലെ തുക്പ വാലിയിൽ. സാംഗ്ല വാലി കഴിഞ്ഞു വേണം ചിത്കുൾ ഗ്രാമത്തിലേക്കെത്താൻ. തുക്പ വാലി എന്നാൽ തന്നെ 6 സുന്ദര ഗ്രാമങ്ങളുടെ ഒരു താഴ്വാരമെന്നാണ് അർത്ഥം. അവിടെ നമുക്ക് കമ്രു, സാംഗ്ല, ചാസു, ബൽസേരി, റക്ചം, ചിത്കുൾ എന്നിങ്ങനെ 6 ഗ്രാമങ്ങളുണ്ട്. അവിടങ്ങളിലായി ആൾപ്പാർപ്പുള്ള ആപ്പിൾ തോട്ടങ്ങൾ കൊണ്ട് ചുറ്റിയ ചില ഗ്രാമങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് അവസാനം ചിത്കുളിലെത്തുമ്പോൾ പിന്നെ ആപ്പിളൊന്നുമില്ല. മഞ്ഞു മൂടിയ മലനിരകൾക്കിടയിൽ അതിമനോഹരമായ ഒരു ഗ്രാമം. ഏതാണ്ട് 1 നൂറ്റാണ്ട് 2 നൂറ്റാണ്ട് കാലം പഴക്കമുള്ള കുറേയേറെ വീടുകളെല്ലാം തന്നെ മരം കൊണ്ട് നിർമ്മിച്ചവ. പഴയ മരത്തടികൾ കൊണ്ട് മേൽക്കൂര വരെ കെട്ടിയ വീടുകൾ ഇവിടെ കാണാൻ സാധിക്കും. ചെറിയ വീടുകളും ഇരുനില വീടുകളും ഒക്കെയായി വളരെ മനോഹരമായ ഒരു പുരാതന ഗ്രാമം. അതാണ് ഹിമാലയ താഴ്വാരത്തെ ചിത്കുൾ ഗ്രാമം. ചൈന അതിർത്തിയിൽ റോഡ് മാർഗം എത്തിപ്പെടാവുന്ന അവസാന ഗ്രാമം കൂടിയാണ് ചിത്കുൾ. സമുദ്രനിരപ്പിൽ നിന്ന് 3450 മീറ്റർ ഉയരത്തിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ബാസ്പ നദിയുടെ തീരത്താണ് സുന്ദരമായ ചിത്കുൾ വില്ലേജ് ഉള്ളത്. വർഷത്തിൽ അധിക സമയവും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഗ്രാമവാസികളായ ആളുകൾ ഏതാണ്ട് ഒരു ഒക്ടോബർ മാസത്തോടു കൂടി പതുക്കെ താഴ്വാരങ്ങളിലേക്ക് അവർ ഇറങ്ങിപ്പോകേണ്ടി വരും. അത്രയ്ക്ക് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു ഗ്രാമമായിരിക്കും ഇത്. എന്നിരുന്നാലും ചിലർ ഈ ഗ്രാമത്തിൽ അവരുടെ വീടുകളിൽ തന്നെ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി ഈ മഞ്ഞുകാലത്തും ഇവിടെ കഴിയുന്നവരുണ്ട്. സഞ്ചാരികൾ പൂർണ്ണമായും ഈ സമയത്ത് ഈ ഗ്രാമത്തിലേക്ക് എത്താൻ സാധിക്കാതെ പുറത്ത് താഴ്വരയിൽ വന്ന് തിരിച്ചു പോകേണ്ടി വരും. ഹിമാലയൻ താഴ്വരയുടെ എല്ലാ ചന്തവും ഒത്തുചേർന്ന ഒരു സുന്ദര ഗ്രാമമാണ് ഈ പറയുന്ന ചിത്കുൾ. നല്ല പച്ചപ്പുണ്ട്. അതോടൊപ്പം തന്നെ ബാസ്പ നദിയുടെ മർമ്മരം എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കാം. പിന്നെ സവിശേഷമായൊരു തണുപ്പ്, അതുപോലെ തന്നെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം, ഇതെല്ലാമുണ്ട് ചിത്കുളിൽ. ഗ്രാമത്തിലെ വീടുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ കാലം പഴക്കമുള്ള നൂറ്റാണ്ട് പഴക്കം ചെന്ന വീടുകളാണ് ഏതാണ്ട് എല്ലാ വീടുകളും. ആ വീടുകളുടെ മേൽക്കൂരകൾ പലതും കല്ല് പാകിയ മേൽക്കൂരകളാണ്, ചിലത് മരം പാകിയവയാണ്. ഇതിന് ചുമരുകൾ തീർത്തിരിക്കുന്നത് പൂർണ്ണമായും പൈൻമരങ്ങൾ കൊണ്ടാണ്. വളരെ കാലം പഴക്കമുള്ള മരങ്ങൾ, വളരെ വലിയ മരങ്ങൾ അങ്ങനെ തന്നെ വെച്ച് കല്ലും മരങ്ങളും ചേർത്ത് പടുത്തുയർത്തിയ ചില ചുമരുകൾ കാണാൻ സാധിക്കും. ചിത്കുൾ ഗ്രാമത്തിൽ 2 ക്ഷേത്രങ്ങളുണ്ട്. ഗ്രാമീണരുടെ ജീവിതവുമായി അവരുടെ സാംസ്കാരികമായ എല്ലാ പ്രവർത്തനവുമായി ഈ ക്ഷേത്രങ്ങൾക്ക് വലിയ ബന്ധമുണ്ട്. മരം കൊണ്ടും കല്ലുകൊണ്ടുമാണ് വീടുകൾ പോലെ തന്നെ ക്ഷേത്രങ്ങളും പടുതുയർത്തിയിരിക്കുന്നത്. ഇവിടെ ആകെ 156 വീടുകളാണുള്ളത്. ഏതാണ്ട് 700ഓളം മനുഷ്യരാണ് ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ജീവിക്കുന്നത്. പക്ഷേ ഇവരെല്ലാവരും തമ്മിലൊരു വലിയ ബോണ്ടുണ്ട്, വലിയൊരു കൂട്ടായ്മയുണ്ട്. പ്രത്യേകിച്ച് എവിടെയെങ്കിലും ഒരു വീട്ടിലൊരു പരിപാടി ഉണ്ടെങ്കിൽ
എന്തെങ്കിലും തരത്തിലുള്ളൊരു ആഘോഷമുണ്ടെങ്കിൽ എല്ലാ വീട്ടുകാരുടേതുമാണ് ആ ആഘോഷം. അങ്ങനെ ഒരു കൂട്ടായ്മ അവരവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ളൊരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ പിന്നെ എല്ലാ വീട്ടിലും ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയില്ല. എല്ലാവരും ഒത്തുചേർന്ന് കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന നിലയിൽ ഒരുമിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അത് ക്ഷേത്രത്തിലെ ഉത്സവമാണെങ്കിലും ആരുടെയെങ്കിലും യാത്രയയപ്പ് പരിപാടികളാണെങ്കിലും അതുപോലെ തന്നെ ആരുടെയെങ്കിലും ബർത്ത്ഡേ പാർട്ടിയാണെങ്കിലും ഒക്കെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഭക്ഷണം ഉണ്ടാക്കി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം. ഈ ചിത്കുൾ വില്ലേജിലെ അതിമനോഹരമായ കാഴ്ചകളിലൊന്ന്, നമുക്കിപ്പോഴും ഒരു വിസ്മയമായി തോന്നുന്ന ഒരു കാഴ്ച അവിടെയുള്ള ഒരു പൊടിമില്ലാണ്, ഒരു ഫ്ലോർ മില്ല്. ഹിമാലയത്തിൻ്റെ മുകളിൽ നിന്ന് ഐസ് ഒഴുകിയെത്തുന്ന ഒരു അരുവിയുണ്ട്. അതിശക്തമായി താഴേക്കൊഴുകുന്ന ആ അരുവിയെ ഒരു ഭാഗത്ത് വഴി തിരിച്ചുവിട്ട് അതിന് മുകളിലായി ഈ മരം കൊണ്ടവർ ഒരു മില്ല്, ഒരു ഫ്ലോർ മില്ല് തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്നു. അതിനടിയിൽ അവർ ഒരു ടർബൈൻ ഘടിപ്പിച്ചിരിക്കുന്നു. ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് ടർബൈൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ആ സമയം അതിൻ്റെ മുകളിൽ 2 കല്ലുകൾ ചേർത്ത് വച്ചിരിക്കുന്ന അരകല്ല് സംവിധാനം ഒരുക്കിയിരിക്കുന്നു. അതിലേക്ക് ധാന്യങ്ങൾ ഇട്ട് കൊടുത്താൽ അത് പൊടിയായി പുറത്തേക്ക് വരും. അതായത് വൈദ്യുതി പോലും ആവശ്യമില്ലാതെ 1 നൂറ്റാണ്ടിനപ്പുറം പഴക്കമുള്ള ഒരു പൊടിമില്ല്, ഒരു ഫ്ലോർ മില്ലാണത്. ഈ ഗ്രാമത്തിലുള്ള എല്ലാ വീട്ടുകാർക്കും പൊതുവായിട്ടുള്ള ഒരു ഫ്ലോർ മില്ലാണത്. ഏതാണ്ട് എല്ലാ സമയങ്ങളിലും അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആവശ്യമില്ലാത്ത സമയത്ത് അരുവിയിലെ വെള്ളം വഴി തിരിച്ചുവിടും. ഇങ്ങനെ ആ മില്ലിൽ പൊടിച്ചെടുക്കുന്ന ധാന്യങ്ങൾ യഥാർത്ഥത്തിൽ അന്നന്നത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള വകുപ്പ് മാത്രമല്ല, മറിച്ച് മഞ്ഞ് മൂടിക്കിടക്കുന്ന 6 മാസത്തിലപ്പുറം സമയം ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ശേഷിപ്പുകൾ കൂടിയാണത്. അതുകൊണ്ട് തന്നെ ചാക്കിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഈ ധാന്യങ്ങൾ അവർ പിന്നീട് അവരുടെ ആവശ്യത്തിന് വേണ്ടി സംഭരിച്ചു വച്ചിരിക്കും. ഇങ്ങനെ ധാന്യങ്ങൾ സംഭരിച്ച് വെക്കാൻ വേണ്ടി മാത്രം ചിത്കുൾ ഗ്രാമത്തിൽ ഒട്ടേറെ പത്തായപ്പുരകളുണ്ട്. മനോഹരമായ ഈ പത്തായപ്പുരകൾ തടി കൊണ്ട് നിർമ്മിച്ച് അതിന് ചെറിയ കിളിവാതിലുകളും വാതിലുകളും ഒക്കെ കൊടുത്ത് അതിനകത്ത് ചാക്കിൽ കെട്ടി ധാരാളമായി ധാന്യങ്ങൾ സംഭരിച്ചു വെക്കും. എല്ലാ വീട്ടുകാർക്കും 1 or 2 പത്തായപ്പുരകളൊക്കെ കാണും. അതും ഈ പൈൻമരത്തടികൾ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചിത്കുൾ ഗ്രാമത്തിൽ വെറുതെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മളൊരു നൂറ്റാണ്ടപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നത് പോലെ ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ അവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഉണ്ടാകുന്നത്. ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഹിമാലയ താഴ്വാരത്തെ ഗ്രാമങ്ങൾക്കെല്ലാം ഇത്തരത്തിൽ വരാൻ പോകുന്ന വിൻ്ററിലേക്ക് അല്ലെങ്കിൽ ആ ശൈത്യകാലത്തേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സംഭരിച്ച് വെക്കണമെന്ന ഒരു ചിന്ത അവരിലുണ്ട്. ഈ ധാന്യങ്ങൾ മാത്രമല്ല, വിറകുകളും ഇതുപോലെ തന്നെ അവർ സംഭരിച്ചു വെക്കും. കാരണം തീ കായുക അല്ലെങ്കിൽ ചൂട് പിടിക്കുക എന്നത് ആ ഘട്ടത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്കും മറ്റും പ്രത്യേകിച്ച് വളരെ അനിവാര്യമായൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഉണങ്ങിയ വിറകുകൾ വീടിൻ്റെ മുകളിൽ അവർ സംഭരിച്ചു വെക്കും. പൊതുവിൽ ഹിമാലയ താഴ്വാരത്തെ ഗ്രാമങ്ങളിൽ കാണുന്നൊരു കാഴ്ചയാണിത്. ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം ഈ തരത്തിൽ വരാൻ പോകുന്ന ഋതുക്കളിലേക്കായി അവർ സംഭരിച്ചു വെക്കുന്ന ധാന്യങ്ങളും വിറകുകളും അതുപോലെയുള്ള സൂക്ഷിപ്പ് മുതലുകളും ധാരാളമായിട്ട് അവരതിനു വേണ്ടി ശേഖരിച്ചു വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചിത്കുൾ ഗ്രാമത്തിലെ വീടുകളും കടകളും അതുപോലെ തന്നെ അവരുടെ പത്തായപ്പുരകളും തൊഴുത്തുകളുമൊക്കെയുള്ള ജനവാസമുള്ള അവരുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ ക്ഷേത്രങ്ങളൊക്കെയുള്ള ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന ആ ഗ്രാമത്തിന് താഴെ ബാസ്പ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബാസ്പ നദിക്കരയിലെ തമ്പുകളിലാണ് ചിത്കുളിൽ ഞങ്ങൾ താമസിച്ചിരുന്നത്. വളരെ മനോഹരമായ ഒരു അനുഭവമാണത്. രാത്രിയിലും പകലും ഏത് സമയവും ഈ നദിയുടെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ട് ആ തമ്പുകളിൽ ഇരുന്നാൽ എത്ര സമയം വേണമെങ്കിലും സഞ്ചാരികൾക്ക് അവിടെ അങ്ങനെ വെറുതെ ഇരിക്കാം. ഈ നദിയുടെ മർമ്മരം, അതോടൊപ്പം രാത്രി വൈബ്, ആ പ്രത്യേകമായൊരു കുളിര് എല്ലാം ചേർന്ന ഒരു അനുഭവമാണ് പല ഭാഗങ്ങളിൽ നിന്നുമുള്ള സഞ്ചാരികളെ ഈ ചിത്കുളിലേക്ക് എത്തിക്കുന്നത്. എന്നാലും ചിത്കുൾ എന്ന് പറയുന്ന ഈ അവസാന ഗ്രാമത്തിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം പൊതുവിൽ വളരെ കുറവുമാണ്. ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത അവിടുത്തെ ഈ തണുപ്പും കുളിരും മഞ്ഞു മൂടിയ മലനിരകളും ഒക്കെ ഉണ്ടെങ്കിലും രാജ്യത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധവായുവിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഗ്രാമം എന്ന നിലയിൽ ചിത്കുൾ അങ്ങനെ കൂടി പേരെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഗ്രാമത്തിലെത്തുന്ന ആളുകൾക്ക് അത് അനുഭവിച്ച് തന്നെ അറിയാൻ സാധിക്കും. എത്ര സമയം വേണമെങ്കിലും നമുക്കങ്ങനെ ഇരിക്കാം. കുറച്ച് സമയം മാത്രം ഉറങ്ങിയാൽ പോലും ഒരു വല്ലാത്ത ഫ്രഷ് ഫീലിംഗ് ആണ് യഥാർത്ഥത്തിൽ ഇവിടെ എത്തുന്ന ആളുകൾക്ക് കിട്ടുന്നത്.
ഗ്രാമത്തിലുള്ള ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയാണ്. ഈ കൃഷിയിൽ തന്നെ ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ്, ഗോതമ്പ്, മറ്റ് പലതരം ധാന്യങ്ങൾ എന്നിവയൊക്കെ ഈ താഴ്വാരത്ത് ഈ മഞ്ഞു മൂടിയ മലകൾക്കിടയിൽ വിളയുന്നുണ്ട്. ബാർലിയുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്തെ ജൈവ ഉരുളക്കിഴങ്ങിന് പ്രസിദ്ധമായ ഒരു ഗ്രാമം കൂടിയാണ് ചിത്കുൾ ഗ്രാമം. ഓർഗാനിക് പൊട്ടാറ്റോ ഏറ്റവും നിലവാരമുള്ള പൊട്ടാറ്റോ ഉൽപ്പാദിപ്പിക്കുന്നത് ചിത്കുളിലാണ്. ചിത്കുളിലൂടെ ഈ സമയത്ത് സഞ്ചരിച്ചാൽ മറ്റൊരു കാഴ്ച കൂടി മനോഹരമായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇന്ത്യയിലെ പൂക്കളുടെ താഴ്വാരം എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡിലെ വാലി ഓഫ് ഫ്ലവേഴ്സാണ്. പക്ഷേ ഹിമാചൽ പ്രദേശിലെ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരു താഴ്വാരം കൂടിയാണ് യഥാർത്ഥത്തിൽ ചിത്കുൾ. ചിത്കുൾ വില്ലേജിലെ ഈ ബാസ്പ നദിയുടെ കരയിലൂടെ കിലോമീറ്ററുകൾ നടന്നാലും അവിടങ്ങളിലെല്ലാം പരന്നു കിടക്കുന്ന പല വർണ്ണങ്ങളിലുള്ള, പല തരത്തിലുള്ള ചെറുതും വലുതുമായ ഒട്ടനേകം പൂക്കൾ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ വെള്ളത്തിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ചെറിയ പൂക്കളുടെ ഭംഗിയും നിറവുമൊക്കെ വല്ലാത്തൊരു ചന്തമുള്ള കാഴ്ചയാണ്. അതോടൊപ്പം തന്നെ ഈ പുഴക്കരയിൽ കാണുന്ന ഉരുളൻകല്ലുകൾക്കും വലിയ സൗന്ദര്യമുണ്ട്. പല നിറങ്ങളിലുള്ള കല്ലുകൾക്ക് പേരുകേട്ട ഒരു താഴ്വാരം കൂടിയാണിത്. ഇവരിവിടെ വീടുകൾ ഉണ്ടാക്കുന്നത് ഈ കല്ലുകൾ വെച്ചാണ്. ഇപ്പോൾ പുതുതായി വരുന്ന ചില റിസോർട്ടുകളൊക്കെയും ഈ കല്ലുകൾ അടുക്കി വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കല്ലുകളിൽ തന്നെ പച്ചയും മെറൂണും വെള്ളയും കറുപ്പുമൊക്കെയായി പല നിറങ്ങളിലുള്ള ചെറുതും വലുതുമായ ഒട്ടനേകം കല്ലുകളുണ്ട്. ആ ഉരുളൻകല്ലുകളുടെ ഒരു ഭംഗി തന്നെ ചിത്കുൾ ഗ്രാമത്തിലെത്തുന്ന ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു കാര്യമാണ്. ചുരുക്കത്തിൽ ഈ ചിത്കുൾ ഗ്രാമത്തിലെത്തിയാൽ ഇവിടുത്തെ പൂക്കൾക്കാണോ, കല്ലുകൾക്കാണോ, അതോ കൃഷിയിടങ്ങൾക്കാണോ, ഇനി ഇവിടെയുള്ള മനുഷ്യർക്കാണോ, ആർക്കാണ് കൂടുതൽ സൗന്ദര്യമെന്ന് ചോദിച്ചാൽ ആളെ കുഴക്കുന്നൊരു ചോദ്യമായത് അവശേഷിക്കും. ഈ ഗ്രാമത്തിലൂടെ നടന്നാൽ നമുക്ക് കൃഷിയിടങ്ങൾ ധാരാളമായി കാണാൻ സാധിക്കും. അത് ആ നദിയോരത്തെ എക്കൽ മണ്ണുകൾ അടിഞ്ഞുകൂടിയ സ്ഥലങ്ങളിലുള്ള കൃഷിയിടങ്ങളുണ്ട്. ആ മല കയറി കുന്ന് കയറി പോകുമ്പോൾ അവിടങ്ങളിലൊക്കെ കിട്ടാവുന്ന ഇടങ്ങളിലൊക്കെ ഗോതമ്പ് പോലും നട്ട് പലതരത്തിലുള്ള കൃഷിയും കണ്ടുകൊണ്ട് നമുക്ക് കിലോമീറ്ററുകളോളം നടന്ന് പോകാൻ സാധിക്കും. അങ്ങനെ നടന്ന് നമ്മൾ ചെന്നെത്തുന്നത് ഇൻഡോ തിബറ്റൻ അതിർത്തിയിലാണ്. അതിർത്തിയിലെ ആ ഗേറ്റ് വരെ നമുക്ക് എത്താൻ സാധിക്കും. വാഹനങ്ങൾ വേണമെങ്കിൽ അല്പം കൂടി മുന്നോട്ട് പോകാനുള്ള സൗകര്യവും അവിടെയുണ്ട്. സൈനിക വാഹനങ്ങളാണ് നമുക്കിവിടെ കൂടുതലായി കാണാൻ സാധിക്കുക. ഇടയ്ക്കിടെ ഇങ്ങനെ സൈനിക ട്രക്കുകൾ അതുവഴി സഞ്ചരിക്കുന്നത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ബാക്ക് പാക്കേഴ്സും അതുപോലെ നമ്മുടെ ബൈക്കേഴ്സുമൊക്കെ കേരളത്തിൽ നിന്നടക്കമെത്തുന്ന സഞ്ചാരികൾ അപൂർവമായി ഇതുവഴി ഇങ്ങനെ പലപ്പോഴും സഞ്ചരിക്കുന്നതായി നമുക്ക് അവിടെ എത്തിയാൽ അവരെ പരിചയപ്പെടാൻ സാധിക്കും. സിംലയിൽ നിന്ന് 250 കിലോമീറ്റർ ദൂരമാണ് ചിത്കുളിലേക്കുള്ളത്. പക്ഷേ ആ റോഡ് യാത്ര തന്നെ വല്ലാത്തൊരു അനുഭവമാണ്. ഏതാണ്ട് 7.5 മണിക്കൂർ 8 മണിക്കൂർ സമയമെടുത്താണ് സിംലയിൽ നിന്ന് പുറപ്പെട്ടാൽ ഒരാൾക്ക് ചിത്കുളിലെത്താൻ സാധിക്കുക. ഈ റൂട്ടിലൂടെയുള്ള യാത്ര നമ്മൾ പലപ്പോഴും റീലുകളിലും വീഡിയോകളിലും ഒക്കെ കണ്ടു കാണും. മല തുരന്ന് പാറ തുരന്നെടുത്ത ഇടുങ്ങിയ വഴികളിലൂടെ, അതും താഴെ ബാസ്പ നദി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ഉയരത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹസികമായ ഒരു യാത്രയായിട്ടാണ് അത് നമുക്ക് അനുഭവപ്പെടുക. അതിൽ തന്നെ ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ ചില പ്രത്യേകമായ ഭൂപ്രകൃതി നമ്മെ വിസ്മയിപ്പിക്കും. പാറകളാണ് പൊതുവിലുള്ള കാഴ്ചകൾ. മലകളിങ്ങനെ പല ടെറൈൻ മാറി മാറി വരുന്ന കാഴ്ചകൾ ഈ യാത്രയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ബാസ്പ നദിയാകട്ടെ പൂർണ്ണമായും ഇങ്ങനെ കലങ്ങി ഒഴുകുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. ഈ ബാസ്പ നദിയാണെങ്കിലും പോകുന്ന വഴിയിലുള്ള സത്ലജ് നദിയാണെങ്കിലും ഈ രണ്ട് നദിക്കരയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ചിത്കുളിലേക്ക് ഒരാൾക്ക് സിംലയിൽ നിന്ന് യാത്ര ചെയ്തെത്താൻ സാധിക്കുക. ഈ രണ്ട് നദികളും രണ്ട് കളറുകളിലായി കലങ്ങി ഒഴുകുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ചയെങ്കിൽ വിൻ്ററിലെത്തിയാൽ ഇവിടെ പൂർണ്ണമായിട്ടും ഒരു നീല വെള്ളമായിരിക്കും. അല്ലെങ്കിൽ വളരെ ഐസ് ഉരുകി വരുന്ന അതേ തെളിനീല നിറത്തിലുള്ള ജലാശയമായിട്ട് ഈ നദികൾ മാറുന്ന മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. ചുരുക്കത്തിൽ ചിത്കുൾ വില്ലേജിലെത്തിയാൽ കാണാനുള്ള കാഴ്ചകളാണോ, അല്ലെങ്കിൽ ആ ഗ്രാമത്തിലേക്കുള്ള വഴികളിൽ നമ്മൾ കാണുന്ന മനോഹരമായ ടെറൈനുകൾ മാറുന്ന, ആകാശനീലിമ മാറുന്ന, നദികളുടെ കോലം മാറുന്ന, പലതരത്തിലുള്ള കാഴ്ചകൾ കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്ന ആ ചന്തമാണോ, ഏതാണ് എടുത്തു പറയേണ്ടതെന്ന് ചോദിച്ചാൽ ശരിക്കും നമ്മൾക്ക് കൺഫ്യൂഷനായി.